ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാക്സൺ ഹും എഴുതിയ യങ് ഗേൾസ് ബ്ലൂസ് എന്ന പോവാണ്. ഓക്കെ, നമ്മൾ ടൈറ്റിൽ നോക്കുവാണെങ്കിൽ യങ് ഗേൾ ഗേൾ എന്നുള്ള കാരണം അവിടെ കൊടുത്തിട്ടില്ല GAL എന്നാണ്. ആക്ച്വലി ഇതൊരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു കാഷ്വൽ എവറിഡേ ലാംഗ്വേജ് ആയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ബ്ലാക്ക് കമ്മ്യൂണിറ്റീസ് എങ്ങനെയാണോ ഒരു പെൺകുട്ടിയെ വിളിക്കുന്നത് എന്ന ഒരു കാര്യമാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാഷ്വൽ എവറിഡേ ലാംഗ്വേജ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് വൺ ബ്ലൂസ് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കാണ്, അതായത് ഒരു റാങ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ മ്യൂസിക്കാണ്. എക്സ്പ്രസ് ചെയ്യുന്നത് സോറോ, ലോൺലിനെസ് തുടങ്ങിയ കാര്യമാണ്. സോ ഇതിലൂടെ നമുക്ക് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് സാഡ്നെസ് കാണാൻ സാധിക്കും. ഒരു പെൺകുട്ടിയുടെ ഡീപ്പായിട്ടുള്ള പെയിൻ കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പോം എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇതുവരെയുള്ള ഈ ചാനൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്രീഫാണ്. ഒരു പുരുഷൻ്റെ സംബന്ധിച്ചുള്ള ഗ്രീഫാണ്, വേദനകളാണ്, അവൻ്റെ ഉള്ളിലെ കാര്യങ്ങളാണ് ചളം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനൊരു പോകത്തിൻ്റെ സജഷൻ വന്നപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോൾ എന്തുകൊണ്ട് ഇത് കൂടി ചെയ്തുകൂടാ എന്ന് നോക്കി. അതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ കൂടി ആക്കുന്നത്. അതായത് ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു ഇത്ര നാളും, ഇനിയിപ്പോൾ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുവാണെങ്കിൽ എന്താണ് എന്നറിയുന്നതിനുള്ള കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയെടുത്തിട്ടുള്ളത്. നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. I'm going to walk to the graveyard for I lie down. ബിഗിനിങ് ചെയ്യുന്നത് തന്നെ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. She would rather go to her grave than lie down or rest. വെറുതെ ഇവിടെ കിടക്കുന്നതിന് പകരമായിട്ട് I would like die. എനിക്ക് മരിക്കാനാണ് ആഗ്രഹം. Showing she's emotionally exhausted, perhaps even thinking of death. ഇമോഷണലി എക്സോസ്റ്റഡ് ആയി തളർന്ന് ചിന്തിക്കുന്നു, അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം. ഇതുവരെയുള്ള ഞാൻ പറഞ്ഞു കമ്പയറിങ്, അതായത് മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് നോക്കുവാണെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. സഡൻലി ഗോ ടു ഡെത്ത് എന്നുള്ള പോയിന്റ് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കാം എൻഡ് വരെ നിന്ന്. നെക്സ്റ്റ് ലൈൻ, ഐ എം ഗോയിങ് ടു വാക്ക് ടു ദ ഗ്രേവ് യാർഡ് ഫോർ ഐ ലൈ ഡൗൺ. സെയിം ടൈം, ഓക്കെ, സെയിം റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് എത്രത്തോളം ഇമോഷണലി അവരിപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ് ആ റിപ്പീറ്റേഷൻ. ഐ എം ഗോയിങ് ടു ദ റിവർ ആൻഡ് ടേക്ക് മീ എ സിറ്റ് ഡൗൺ. ഇപ്പോൾ നമ്മുടെ സ്പീക്കറിന് റിവറിന് അടുത്ത് പോയിട്ട് കുറച്ച് സമയം ഇരിക്കണം. ഓഫൺ സിംബോളിക് എസ്കേപ്പ് ഓഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ചിലപ്പം സൂയിസൈഡിനുള്ള ഒരു ഇതുമായിരിക്കാം. ഓക്കെ, ഷീസ് അവൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ പോയിട്ട് അല്പസമയം ഇരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. മേ ബി ഒരു ചേഞ്ചിന് വേണ്ടി ആയിരിക്കാം. സെയിം ലൈൻ നമുക്ക് നെക്സ്റ്റ് ടൈം റിപ്പീറ്റഡ് കാണാൻ സാധിക്കും. ഇറ്റ് ഷോസ് ഡീപ് സാഡ്നസ് ആൻഡ് അൺസർട്ടനിറ്റി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദ്യം പറഞ്ഞത് ഗ്രേവ് യാർഡ് പോകണം എന്ന് പറഞ്ഞു, അടുത്ത സെക്കൻഡിൽ തന്നെ വേണ്ട, റിവറിന് സൈഡ് പോയാൽ മതി എന്ന് പറയുന്നു. ഇഫ് ദിസ് ബ്ലൂ ഡോണ്ട് ലീവ് മീ ഗോണ റോക്ക് ഓൺ അവേ ഫ്രം ഹിയർ. ഈ ബ്ലൂസ് എന്ന് പറയുന്നത് സാഡ്നസ് ആണ്. ഈ സാഡ്നസ് പോയില്ലെങ്കിൽ ഷീ വിൽ ലീവ് ദ പ്ലേസ് ഓർ ദ റിലേഷൻഷിപ്പ്. അത് ചിലപ്പോൾ അവൾ എൻഡ് ഹെർ ലൈഫ്, ഞാൻ ഈ സങ്കടം മാറിയില്ലെങ്കിൽ ഞാൻ മരിക്കൂ എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ റോക്ക് ഓൺ എവേ എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററൽ ആയിട്ടുള്ള മീനിങ് എടുക്കാം, അല്ലെങ്കിൽ സിംബോളിക് മീനിങ് എടുക്കാം. അതായത് ഡെത്ത്, എസ്കേപ്പ്, സ്പിരിച്വൽ റിലീസ് തുടങ്ങിയ മീനിങ്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. അതിപ്പോൾ നമുക്ക് തീരുമാനിക്കാം. ഒരു പോം വായിക്കുമ്പോൾ ഈ ഡെത്ത് ഓഫ് തോത് എന്ന് പറയുന്ന പോലെ നിങ്ങൾക്കത് എങ്ങനെയാണോ എടുക്കാൻ തോന്നുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് ബിഗിനിങ് തൊട്ടതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പുഴയുടെ സൈഡിൽ എന്തിനു പോയി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഐ ഗോണ റോക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഡെത്തിലൂടെ എസ്കേപ്പ് ആണോ, അത് സ്പിരിച്വൽ റിലീസ് ആണോ, മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഇഫ് ദിസ് ബ്ലൂസ് ഡോണ്ട് ലീവ് മീ ഗോണ റോക്ക് ഓൺ എവേ ഫ്രം ഹിയർ. അഗെയിൻ സെയിം ഐഡിയ റിപ്പീറ്റഡ് ഫോർ ഇമോഷണൽ പവർ. അതായത് അവൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ഡൗണിൻ്റെ വക്കത്താണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ലൈൻ നമുക്ക് തോന്നുന്നത് അവൾ എന്താ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളൊരു പോയിന്റാണ് നമുക്ക് തോന്നുന്നത്. ഐ ബീൻ യുവർ ഫൂൾ ബോയ് സിൻസ് ഐ ബീൻ യുവർ ഗേൾ. ഒരു കുറച്ചുകൂടി ഒരു ടഫായിട്ടുള്ള ഒരു ലൈനാണ്. അത് അവൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ കൂടി അവൾ ഒരിക്കലും അവൾ പറയുന്ന ഓരോരോ പോയിന്റ്, ഓരോരോ കാര്യത്തിനും വളരെ സ്ട്രോങ് ആയിട്ടാണ് അവൾ പറയുന്നത്. ഐ ബീൻ യുവർ ഫൂൾ ബോയ്. അതായത് അവനെ താൻ സ്നേഹിച്ച വ്യക്തിയെ
ബോയ് ആയിട്ട് ഒരു ഇപ്പോൾ മുന്നേ എന്തായിരുന്നു എന്ന് അറിയില്ല, ബട്ട് ഈ ഒരു മൊമെന്റിൽ ജസ്റ്റ് എ ബോയ്, ഷി കോൾസ് ഹെർസെൽഫ് എ ഫൂൾ ഫോർ ലവിങ് ദ ബോയ് അഡ്മിറ്റിംഗ് ഷീസ് ബീൻ ലോയൽ. ഞാൻ അത്രയും ലോയൽ ആയിരുന്നു എന്നോട്, എന്നിട്ട് പോലും നീ എന്നോട് മിസ്ട്രീറ്റ് ചെയ്തു. ഇറ്റ്സ് അബൌട്ട് ബ്രോക്കൺ ട്രസ്റ്റ് ഇൻ ലവ്. അത് എത്രത്തോളം അവൾ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ അവൾക്ക് ഉള്ള ഫീലിങ് വളരെ വ്യക്തമായിട്ടും സ്ട്രോങ് ആയിട്ടും പറയുന്ന ലൈൻസ് ആണിത്. സെയിം 15-16 ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഐ ബീൻ യുവർ ഫൂൾ ബോയ് സിൻസ് ഐ ബീൻ യുവർ ഗേൾ. സ്ട്രോങ്ലി, അതായത് ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നീ എന്നെ എത്രത്തോളം എൻ്റെ മൈൻഡിനെ ഹേർട്ട് ചെയ്തു എന്ന് അവൾ പറയുന്നു. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബോയ് എന്നുള്ളൊരു പ്രയോഗമാണ്, ഐ ബീൻ യുവർ ഫൂൾ ബോയ്. അതിന് മുന്നേ ചിലപ്പോൾ പലതും വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ ഒരു മൊമെന്റിൽ അപ്പോൾ എത്ര എത്ര മാരകമായിട്ടായിരിക്കും അവളുടെ മനസ്സിപ്പോൾ ഹേർട്ടായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ലൈൻസ് സൂചിപ്പിക്കുന്നത്. ഐ എം ത്രൂ വിത്ത് യു ബേബി, ain't going to be your girl. So in this moment she decided to end the relationship. She's done being a so ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ നിന്നെ പ്രേമിച്ച കാലത്ത് ഞാൻ ഫൂളായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. ബട്ട് നൗ ഐ എം ടേക്കിംഗ് ബാക്ക് കൺട്രോൾ ഓഫ് ഹെർ ലൈഫ്. ഓക്കെ, മൈ ലൈഫ് മൈ ഡിസിഷൻ. ഞാൻ ഈ ഒരു മൊമെന്റിൽ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ഡിസിഷൻ എടുക്കാൻ പോവുകയാണ്. എനിക്കിതിനിപ്പോൾ നിൻ്റെ സഹായം ആവശ്യമില്ല ഈ ഒരു മൊമെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു മൊമെന്റിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇത്ര നാളും നീ പറഞ്ഞത് കേട്ട് ജീവിച്ചു, എൻ്റെ എൻഡിൽ നീ എന്നെ ഒഴിവാക്കിയിട്ട് പോയി, നിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നീ എന്നെ ഒഴിവാക്കിയിട്ട് പോയി. നൗ ഇൻ ദിസ് മൊമെന്റ് ഐ എം ഗോണ ടേക്ക് കൺട്രോൾ. ഈ ഒരു മൊമെന്റിൽ ടേക്കിംഗ് ബാക്ക് കൺട്രോൾ ഓഫ് ഹെർ ലൈഫ്. ഓക്കെ, സോ ഫൈനൽ തോട്ട് ഒന്ന് നോക്കുവാണെങ്കിൽ ബിഗിനിങ്ങിൽ സ്പീക്കറുടെ സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, എന്നാൽ ഫൈനൽ ലൈൻസ് നോക്കുവാണെങ്കിൽ സെൽഫ് അവെയർനെസ് ആൻഡ് സ്ട്രെങ്ത് ആണ് കാണാൻ സാധിക്കുന്നത്. ഷി മൂവ്സ് ഫ്രം പെയിൻ ടു എംപവർമെന്റ്. ബിഗിനിങ്ങിൽ പെയിൻ ആണ്, മരിക്കാൻ പോകുകയാണെന്ന് പറയുന്ന പെൺകുട്ടി. ഓക്കെ, ഐ എം ഗോണ ഡൈ എന്ന് പറയുന്ന പെൺകുട്ടി, അതിപ്പോൾ ഗ്രേവി യാർഡ് പോയിട്ട് മരിക്കണോ അല്ലെങ്കിൽ പുഴയുടെ പക്കത്തിരിക്കണോ, സാഡാണ്, ഇതാണ്. എന്നാൽ പോത്തിൻ്റെ ഒരു പകുതി തൊട്ട് അവൾ റിയലൈസ് ചെയ്യാണ്, വൈ ഷുഡ് ഐ ഡൈ, ഞാൻ എന്തിനു മരിക്കണം. അതായത് ആ ടൈമിൽ ഞാൻ ഫൂളായിരുന്നു പ്രേമിക്കുമ്പോൾ, ബട്ട് ഇപ്പോൾ ഞാനല്ല, ഇപ്പോൾ അത് കഴിഞ്ഞു, എനിക്കിപ്പം രണ്ടും രണ്ടായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യമാണ് ഇത് പവർഫുള്ളായിട്ട് മാറ്റുന്നത്. നമ്മൾ ബിഗിനിങ് മാത്രം വായിച്ചു നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താ യൂഷ്വൽ ആയിട്ടുള്ള ഒരു ക്ലീശയാണ്, എന്താ അത് വേണമെന്ന് പറയാം, അപ്പോൾ പോയി മരിക്കുക, അവർക്ക് എന്താണ് അത്രയുള്ളവർ കട്ട് ചെയ്യാത്ത മനസ്സാണ് തുടങ്ങിയ ഒരുപാട് തോട്ട്സ് വരും. എന്നാൽ ഗ്രാജുവലി മുന്നോട്ട് പോകുമ്പോൾ അവളുടെ ആ സ്റ്റബേൺ ആയിട്ടുള്ള ചോയ്സ് നമുക്കിത് കാണാൻ സാധിക്കും. സമൺ ക്യാപ്പബിൾ ഓഫ് സ്ട്രെങ്ത്, ചോയ്സ് ആൻഡ് ഡിഗ്നിറ്റി. ഇതെന്ന് പറയുന്നത് ഒരു യങ് ബ്ലാക്ക് വുമന്റെ ആ കാലത്തുണ്ടായിരുന്ന മൈൻഡാണ്, ആ ഒരു വർഷത്തുണ്ടായിരുന്ന. ഷോയിങ് ഹെർ നോട്ട് ജസ്റ്റ് ആസ് എ വിക്ടിം ബട്ട് ആസ് someone ഓഫ് capable ഓഫ് സ്ട്രെങ്ത്. തൻ്റെ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞ ഒരു പെൺകുട്ടിയെ വിക്ടിമായിട്ടല്ല കണക്കാക്കുന്നത്, നേരെ മറിച്ചിട്ട് തനിക്ക് തൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട്, പവർ ഉണ്ട്, തൻ്റെ ഡിസിഷൻ താനാണ് എടുക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തോട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിക്ചറോട് കൂടിയാണ് പോയിന്റ് ചെയ്യുന്നത്. So that's all about it, and see you in the other video. Bye.